ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ സരയു റൂമിൽ ഇങ്ങനെ നിൽക്കുക. മനു വരുന്നത് നോക്കിക്കൊണ്ട് തന്നെ ആശായിട്ട് നിൽക്കുന്നത്. ഈ സമയം മനോഹർ ഓടി വന്നു. മനു വന്നതും മനുവേട്ടാ എന്തായി മനുവേട്ടാന്ന് ചോദിച്ച് വളരെയധികം ആകാംക്ഷയോടുകൂടി നമ്മുടെ സരയു മനുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. മോളെ ദേ ഞാൻ പോയി കാര്യങ്ങളൊക്കെ കണ്ടെത്തി. എൻ്റെ മോളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മനുവേട്ട എന്തായി കാര്യങ്ങൾ എന്തായി? ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ സ്ത്രീ എൻ്റെ അമ്മയൊന്നും അല്ലല്ലോ. അതേ മോളെ, അങ്ങനെ പറയണമെന്നൊക്കെയാണ് മനുവേട്ടൻ്റെ ആഗ്രഹം. ഇത് കേട്ടതും സരയും അങ്ങ് ഷോക്കായി നിൽക്കുക. എന്താ മനുവേട്ട ഈ പറയുന്നത്? അതേ മോളെ ദേ നിൻ്റെ കൂട്ടുകാരൻ നിന്നെ ചതിച്ചിട്ടൊന്നുമില്ല. അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. എൻ്റെ മനുവേട്ട ഇനി എന്താ സത്യത്തിൽ ഉണ്ടായത്? മോളെ നീ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ചു. അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് രാഹുൽ എന്ന് പറയുന്ന നിൻ്റെ തന്തപ്പടി അയാൾ പക്ക ഫ്രോഡാണെന്നാ. അയാളെ എൻ്റെ മോളെ ചതിക്കുമായിരുന്നു. മോളെ മാത്രമല്ല മോളുടെ അമ്മയെയും. എന്തൊക്കെ മനുവേട്ട ഞാൻ കേൾക്കുന്നത്? ഞാൻ മനുവേട്ടനോട് പറഞ്ഞതല്ലേ വ്യക്തമായിട്ട് എല്ലാം അന്വേഷിക്കണമെന്ന്. എൻ്റെ മോളെ ഞാൻ വ്യക്തമായിട്ട് തന്നെ അന്വേഷിച്ചത്. ദേ മോളു, ഞാനൊരു കാര്യം പറയാം. നീ വിചാരിക്കുന്ന പോലെ നിൻ്റെ അച്ഛൻ അത്ര നല്ല പുള്ളിയൊന്നും അല്ല. അയാളുണ്ടല്ലോ ഭൂലോക ഫ്രോഡാണ്. പിന്നെ ദേ നിൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല മനുവേട്ട. അപ്പം എൻ്റെ അമ്മയെന്ന് പറയുന്നത് ആ താരയാണെന്നാണോ മനുവേട്ടൻ പറയുന്നത്? അതേ മോളെ, ഇത്രയും സംസാരിച്ചിട്ടും നീ എന്താ അത് മനസ്സിലാക്കാത്തത്? ശരിക്കും നിനക്ക് ജന്മം നൽകിയത് ആ താര തന്നെയാണ്. നിൻ്റെ അമ്മ ആശുപത്രിയിൽ ഡെലിവറിക്ക് കയറിയെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഉണ്ടല്ലോ ആ സമയത്ത് പ്രസവത്തോടു കൂടി ആ കുഞ്ഞ് മരിച്ചുപോയി. ഈ തക്കം മനസ്സിലാക്കിയിട്ടാണ് ആ ബഗാസുരൻ നിൻ്റെ അമ്മയുടെ അടുത്ത് നിന്നും നിന്നെ കൊണ്ടുവന്ന് ആ ശാരിയമ്മയുടെ അടുത്ത് ആക്കിയത്. അങ്ങനെയാണ് നീ അവരുടെ മകളായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതെന്ന് കൂടി മനു പറഞ്ഞു. എന്താ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മനുവേട്ട. ഈ കാര്യം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ദേ മനുവേട്ട, കുട്ടിക്കാലം മുതലേ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. ഞാൻ എന്താഗ്രഹിച്ചാലും അത് നടത്തിയെടുക്കുമെന്നുള്ള വാശി. അതുപോലെ ഞാൻ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാലേ അയാൾ എൻ്റെ അടുത്തില്ലെങ്കിൽ ഞാൻ എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ശീലവും മനുവേട്ട അത്. അതുകൊണ്ടേ ഞാൻ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ദേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അമ്മയായിട്ട് ഞാൻ ഇപ്പം കാണുന്ന എൻ്റെ അമ്മ മതി. ആ താരയെന്ന് പറയുന്ന സ്ത്രീ ഒരിക്കലും എൻ്റെ അമ്മയായിട്ട് ഞാൻ അംഗീകരിക്കില്ല. എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കാം ആ സ്ത്രീയോട്. അപ്പം മോളിപ്പോൾ സ്നേഹമൊക്കെ കാണിക്കുന്നത് അത് വെറുതെ ആണോ എന്ന് മനു ചോദിക്കുക. പിന്നെ അല്ലാതെ അതൊക്കെ എൻ്റെ ഒരു അടവാ മനുവേട്ട. ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ താരയെ അങ്ങ് തട്ടും. അതിനുശേഷം ഉണ്ടല്ലോ ആ കുറ്റം കൊണ്ടുപോയി ആ ബഗാസുറിൻ്റെ തലയിലിടും. എൻ്റെ മോളെ നീ എന്തൊക്കെയായി പറയുന്നത്? അങ്ങനെ നീ ജയിലിൽ പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും മനുവേട്ട? ഞാനതിന് ജയിലിൽ പോവില്ലല്ലോ. എല്ലാ കുറ്റങ്ങളും അയാളുടെ തലയിലേക്ക് കെട്ടിവെക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് കാലി തുള്ളി നമ്മുടെ ബഗൻ്റെയും ശാരിയുടെയും അടുത്തേക്ക് വരികയാണ് സരയും. അതെ, എൻ്റെ കെട്ടിയവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ശാരിയുടെ മുന്നിൽ വന്ന് ബഹളം വെക്കുമ്പോൾ നിൻ്റെ ഭർത്താവ് അത്യാവശ്യം പുറത്തു പോയിട്ട് കഴിച്ചിട്ടാണല്ലോ വരുന്നത്. അതൊക്കെ പറയാൻ താൻ ആരോടോന്ന് ചോദിച്ച് രാഹുലിൻ്റെ അടുത്തേക്ക് ദേഷ്യത്തോടു കൂടി ചെല്ലുകയാണ്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്ത് പറഞ്ഞാലും അത് ഇയാളും ഇതേ ഈ നിൽക്കുന്ന അമ്മയും കൂടി ചെയ്തിരിക്കണം. അല്ലെങ്കിലുണ്ടല്ലോ എൻ്റെ തനി സ്വഭാവം മാറുമെന്ന് പറഞ്ഞ് അടുക്കളയിൽ പോയി ഒരു പിച്ചാത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ബഗാസുരനെ ഇപ്പം ചെരുപ്പെടുത്തുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ബഗാസുരൻ ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ ഇനി ഇവൾക്കും ഭ്രാന്തായോ? ഇവൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ സരയും ഇങ്ങനെ വയലൻ്റ് ആവുന്നതെന്ന്. അങ്ങനെ നമ്മുടെ മനോഹർ ഓടി വന്നു. എൻ്റെ മോളെ നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് അവൻ ഓടി വന്ന് സരവിൻ്റെ കയ്യിലിരുന്ന കത്തി പിടിച്ചു വാങ്ങിക്കുക. മനുവേട്ട ഇയാളെ ഉണ്ടല്ലോ ഇയാളെ കൊല്ലണം. അങ്ങനെ സരയുവിനെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മനു ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പം ശാരിയാണെങ്കിൽ ദേ നിങ്ങളുടെ മകള് എന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ അവനായിരിക്കും ആ മനോഹർ. അങ്ങനെ ദേഷ്യപ്പെട്ട് അവരവിടെ നിൽക്കുമ്പം മനു ആണെങ്കിൽ നമ്മുടെ സരയുവിനോട് ക്ലാസ് എടുക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു മോളെ നീ എന്താ ഈ കാണിക്കുന്നത്? മനുവേട്ട എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അയാളെ ഞാൻ കൊല്ലേണ്ടതായിരുന്നു. മനുവേട്ടന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ലെന്നല്ല അയാൾ പറഞ്ഞത്. ദേ മനുവേട്ട ഒരു കാര്യം ഞാൻ പറയാം. അയാളെപ്പോലെയുള്ള ഒരു വൃത്തികെട്ടവന് വേണ്ടിയിട്ട് ഇനി ഒരു കാര്യവും സമ്മതിച്ചു കൊടുക്കരുത്. തല്ലേണ്ടി വന്നാലേ അയാളെ തല്ലിക്കോണം. സ്വന്തം അപ്പനുള്ള കൊട്ടേഷൻ മകള് തന്നെ തരുന്ന സമയത്ത് നമ്മുടെ മനുവിന് നല്ല സന്തോഷമായിട്ടോ. എന്തായാലും നന്നായി. ഇവൾ അയാളെ തട്ടിയിട്ട് ജയിലിൽ പോയാലും തനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആശ നല്ല സന്തോഷത്തിൽ നിൽക്കുമ്പം നമ്മുടെ കിരണാണെങ്കിൽ എടാ നിനക്ക് എങ്ങനെയാ ഒരു കല്യാണം നോക്കണ്ടേ ബൈജു? ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ ശരിയാവില്ല കേട്ടോ.
എൻ്റെ പൊന്ന് അളിയ, അതിന് നിങ്ങൾക്ക് കിട്ടിയ പോലെയുള്ളൊരു ഭാര്യയെ എനിക്കിവിടെ കിട്ടണ്ടേ? കല്യാണിയെക്കുറിച്ചിട്ട് ബൈജു ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ കല്യാണിയും കാർത്തികയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ ഇവിടെ ഒരു ഡിസ്കഷൻ? ഇവൻ്റെ കല്യാണക്കാരിയ കല്യാണി. എന്താ ഇവൻ ഇങ്ങനെ അങ്ങ് വെറുതെ വിട്ടാൽ പറ്റുമോ? എൻ്റെ പൊന്നു പെങ്ങളെ, ഞാൻ സന്തോഷമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് തൽക്കാലം ഒരു പ്രശ്നത്തിലേക്ക് പോകാനൊന്നും കഴിയില്ല. പിന്നെ സമയമാകുമ്പം ഞാൻ നിങ്ങളോട് പറയാട്ടോ. അങ്ങനെ നമ്മുടെ കാർത്തികയാണെങ്കിലോ ബൈജുവിനെ പറ്റിയ നല്ല നല്ല പെൺപിള്ളേർ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുക. ആ കസ്റ്റഡിയിലുള്ളത് അവിടെ തന്നെ ഇരുന്നോട്ടെ. തൽക്കാലം എനിക്കിപ്പോൾ പ്രശ്നത്തിലേക്കൊന്നും പോകാൻ കഴിയാത്ത കൊണ്ടാണ് കാർത്തിക്. അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ലക്ഷ്മി അമ്മയും ദീപയും കൂടി അങ്ങോട്ട് വരിക. അവർ വന്നതും അല്ല, എന്താ ഇനി നമ്മൾ എന്നാ ഒത്തുകൂടുന്നത്? ഇന്ന് എന്തായാലും നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഇനിയിപ്പം രൂപയും അതുപോലെ കിരണിൻ്റെ അച്ഛനും ഒക്കെ വിളിക്കുവാണല്ലോ. അവർ വിളിച്ച ആ ഒരു വിരുന്നിനും കൂടി നമുക്ക് ഒരുമിച്ചങ്ങ് പങ്കെടുക്കാം. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി കാർത്തികയും ലക്ഷ്മിയമ്മയും അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുക. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു അല്ലേ കിരണേട്ട? ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം. അതെ, ഇന്ന് നിൻ്റെ അച്ഛൻ വീണ ദിവസം. അത് നമ്മളങ്ങ് ഗംഭീരമായിട്ടങ്ങ് ആഘോഷിച്ചല്ലോ. ഇത്രയും ഒരു സന്തോഷം, ഇതിപ്പരം ഒരു സന്തോഷം ഇനി എന്താ കിരണേട്ട കിട്ടാനുള്ളതെന്നൊക്കെ ഇവളിങ്ങനെ സംസാരിക്കുക. അതെ അതെ, പിന്നെ അത് മാത്രമാണോ, നമുക്ക് നല്ലൊരു ബന്ധുക്കാരെ കിട്ടിയില്ലേ? കാർത്തികയും ലക്ഷ്മിയമ്മയും പോലെയുള്ള ഇത്രയും ബന്ധുപോലെയുള്ള ആൾക്കാരെ നമുക്ക് കിട്ടിയത് നമുക്ക് നല്ല ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും നമ്മളുടെ ചുറ്റുപാടും ഉണ്ടാവുമല്ലോ കല്യാണി. അങ്ങനെ ഇവർ വലിയ സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ കിരണിന് ആ ഒരു കോള് വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്തതും കിരണാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് നമ്മുടെ കല്യാണിയോട് പറഞ്ഞു, കല്യാണി നീ വേഗം ഇറങ്ങ്. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ദീപ ഓടി വരിക. ഒന്നുമില്ലമ്മേ, എല്ലാം ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് കല്യാണിയും കൂട്ടിയിട്ട് നമ്മുടെ കിരൺ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബൈജു പറഞ്ഞു, അളിയ വിളിക്കണം കേട്ടോ, എന്ത് കാര്യമാണെങ്കിലും ഒന്ന് അറിയിച്ചേക്കണേന്ന് പറഞ്ഞു. വിളിക്കാടാന്ന് പറഞ്ഞ് അവർ വണ്ടി എടുത്ത് വേഗം തന്നെ വരിക. അതുവരെ സസ്പെൻസായിട്ട് കാണിച്ച ആ ഒരു സംഭവം അവർ രണ്ടുപേരും കൂടി വന്നിറങ്ങുന്നത് നമ്മുടെ പ്രകാശം കിടക്കുന്ന ആശുപത്രിയിലേക്കാണ് കേട്ടോ. അപ്പം കിരണും കല്യാണിയും കൂടി നടന്നു വരുന്നത് കാണുമ്പം നമ്മുടെ മൂങ്ങാമുത്തശ്ശി വഴിയോര കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നത് പോലെ ആ ഒരു വരാന്തയിൽ വളരെ സങ്കടത്തോടു കൂടി കുത്തിയിരിക്കുക. ഇവർ രണ്ടുപേരും കൂടിയാണല്ലോ, ഇതെന്താ ഇങ്ങോട്ട് വരുന്നതെന്ന് ആലോചിച്ച് പുള്ളിക്കാരി അങ്ങ് തിരിയുന്ന സമയത്ത് നമ്മുടെ കിരൺ വന്നിട്ട് പറഞ്ഞു, അല്ല എങ്ങനെയുണ്ട് മോനെ, നിങ്ങൾ അവനെ കാണാൻ വേണ്ടി വന്നതാണോ? പിന്നെ അയാളെ കാണാൻ വേണ്ടി ഒന്ന് പോയിക്കേന്ന് പറഞ്ഞു. അങ്ങനെ പ്രകാശൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയതും കിരണിനും കല്യാണിക്കും അങ്ങ് ദേഷ്യം വന്നു. നിങ്ങൾക്ക് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നല്ലോ, ഇപ്പം അതൊക്കെ അവസാനിച്ചോ ഭാനുമതി അമ്മയെന്ന് കിരൺ ചോദിക്കുക. ഈ സമയം എൻ്റെ പൊന്നുമോനെ, എനിക്ക് ഒരു അഹങ്കാരവും ഇല്ല. അഹങ്കാരത്തിനുള്ള തിരിച്ചടിയൊക്കെ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. എന്തായാലും പ്രകാശൻ ഈ ഒരു കിടപ്പ് കിടക്കുന്ന കാണുമ്പോൾ നല്ല വിഷമമുണ്ട് മോനെ. നിങ്ങൾ എങ്ങനെയും എൻ്റെ മോനെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതും കിരൺ പറഞ്ഞു, അതെ ആ കഴുത്തിലും കയ്യിലും ഒക്കെ ആയിട്ട് അത്യാവശ്യം സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഊരി വിൽക്ക്, എന്നിട്ട് മകനെ ആശുപത്രിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോ. ഒരിക്കലേ ഞാനും കിരണേട്ടനും ഒക്കെ നിങ്ങളെയൊക്കെ സഹായിച്ചതാ. പിന്നെ ഇപ്പം അങ്ങനെ ചെയ്യാത്തത് അയാൾ മരിച്ചു പോയാൽ പോലും ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ കണ്ണിൽ നിന്ന് വരില്ല. അത് കണക്ക് കൂട്ടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്നാലും കണ്ണിച്ചോരയില്ലാത്തതൊന്നും പറയല്ലേ മോളെന്ന് പറഞ്ഞ് മൂങ്ങ സങ്കടപ്പെട്ട് നിൽക്കുക. പിന്നീട് നമ്മുടെ കിരണും കല്യാണിയും കൂടി അവിടെ ആ ഒരു ICU റൂമിൽ കിടക്കുന്ന താരയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. തലക്കടി കൊണ്ട് താര അവശതയിൽ കിടക്കുമ്പം എന്താ ആൻറ്റി സംഭവിച്ചത്? അങ്ങനെ നമ്മുടെ സരയു വീട്ടിലേക്ക് വന്നതും സ്നേഹത്തോടു കൂടി താരയെ ചേർത്ത് നിർത്തിയ കഥകളുമൊക്കെ താര പറയാൻ തുടങ്ങിയതാണ് ഇന്നത്തെ ആ ഒരു വിശേഷത്തിലുള്ളത്. അമ്മയാണെങ്കിൽ പോലും അവരെ കൊന്നുകളയാനുള്ള ആ ഒരു ദുഷ്ട മനസ്സുള്ള നമ്മുടെ സരയും ആ ഒരു ക്രൂരകൃത്യം ചെയ്തത് അപ്പോൾ കാണിക്കുക കേട്ടോ. എന്തായാലും ഈ വിശേഷം നാളെ ആയിരിക്കും. അപ്പം നമുക്ക് വൈകുന്നേരത്തെ ആ ഒരു പ്രമോ വിശേഷത്തിൽ ഇതങ്ങ് ഉൾപ്പെടുത്തിയേക്കാം. എന്തായാലും എപ്പോഴും പറയുന്നത് പോലെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് പോയാലേ നമ്മുടെ വീഡിയോ റെക്കമെൻഡേഷനിലേക്ക് പോവുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.